നമ്മുടെ ചുറ്റും നിൽക്കുന്നവരൊന്നും നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്നവരല്ല. നമുക്ക് നല്ലത് പറയാം, നമ്മുടെ എൻജോയ്മെൻറ്റിൽ നമ്മളെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുന്നവരൊന്നും അവർ ഒരു പെഗ്ഗിനോട് 2 പെഗ്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ ഇപ്പോൾ എൻജോയുടെ കൂടെ നടക്കുന്നിട്ട് ഒരു പെഗ്ഗിനോട് രണ്ടാമതൊരു പെഗ് ഒഴിച്ചു തരുന്നതായിരിക്കും. പക്ഷേ ആ രണ്ടാമത്തെ പെഗ് ഒഴിക്കാതെ നീ അത് കുടിക്കരുതെന്ന് പറയുന്നവർ നമ്മൾ അടുപ്പിക്കത്തില്ല. യഥാർത്ഥ സുഹൃത്തുക്കൾ അതല്ലേ? എന്നാൽ നമ്മളവർ അടുപ്പിക്കൂ. ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്ന എല്ലാം ഈ പറഞ്ഞ കണക്ക് തലകീഴായി പോകുന്ന ലോകമാണ്. തലകീഴായി പോകുന്ന ലോകത്ത് ഒരാൾ നേരെ നടന്നാൽ അയാളാണ് ഭ്രാന്തൻ. അവരെയാണ് നമ്മൾ കല്ലെറിയുന്നത്. ഉള്ളവരെല്ലാം അങ്ങനെയുള്ളവരാണ്. യേശു ക്രിസ്തു ആയാലും നബി ആയാലും ആരായാലും ഇവിടെ വാഴ്ത്തപ്പെട്ടുള്ള എല്ലാവരും മാറി ചിന്തിച്ചവരാണ്, സമൂഹത്തിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ്. ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ, അവരൊക്കെ കല്ലെറി കിട്ടത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നടക്കുന്ന തന്നെ നമുക്ക് നമ്മളെ അടുത്ത് വന്ന് അമ്മ തായ എന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുന്നവർ നമുക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുമായിട്ട് പുറത്തിറങ്ങി എവിടെ ഹോസ്പിറ്റൽ കേസ് വരെ അവിടെ ബാരിക്കേഡും വെച്ച് അവിടെ ലോക്ക് ചെയ്തിട്ട് ഇവർ 5 വട്ടം കാറിൽ രാജാക്കന്മാരാണൊക്കെ പോയി നമ്മളെയൊക്കെ വെറും പട്ടികളണക്ക് കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ തുടങ്ങുകയാണ് ഇത് തലതിരിഞ്ഞുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ഒരു പോലീസ്, തമിഴിലെന്താ പറയുന്നത്, കാവലെന്നാണ് പറയുന്നത്. നമുക്ക് കാവലാകേണ്ടുള്ളവരാണ് അവർ. പക്ഷെ അങ്ങനെയാണോ? ഈ പോലീസിനെ പേടിച്ചില്ലേ നമ്മൾ? എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, നല്ലവരും ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ ഒരുപാട് പോലീസുകാരുണ്ട്. അവർ ഞാൻ പറയുന്നത് ഒരുപാട് നല്ലവരും ഉണ്ട് ഇതിനകത്ത്. ഞാൻ എല്ലാവരെയും അല്ല, പക്ഷെ ടോട്ടാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ കാവലിൽ നിൽക്കേണ്ടുള്ളവരുടെ മുന്നിൽ നമ്മളെന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നത്, പേടിപ്പിച്ചില്ലേ നിർത്തുന്നത്. നീ എടാന്നല്ലാതെ ആരെങ്കിലും ഒരു പ്രായത്തിന് മുഖത്തുള്ളവരെ വിളിക്കാറുണ്ടോ? ഇവിടെ നടക്കുന്ന എല്ലാം അങ്ങനെയാണ്. എന്നിട്ട് എവിടെ ചോദ്യം? ജനമൈത്രി എന്ന് പറഞ്ഞിട്ട് പോലും എന്തോ ജനമൈത്രിയാണോ നടക്കുന്നത്? എല്ലാം ഇനി സിമ്പിളായിട്ട് നമ്മളെ കലാമേഖല തന്നെ പറയാം. ഇപ്പോൾ താരാരാധന എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നത്, തള്ളി കളഞ്ഞാൽ പോലും തെറി വിളിച്ചാൽ പോലും അവരോട് ചെന്ന് ഫോട്ടോ എടുക്കുന്നത്. യഥാർത്ഥ ഈ ആരാധിക്കപ്പെടേണ്ടുള്ളവരാണോ ആരാധിക്കപ്പെടുന്നത്? അല്ല. ഇതിനകത്ത് സ്ക്രിപ്റ്റ് എന്നൊരു സാധനമുണ്ട്, ഡയറക്ഷൻ എന്നൊരു സാധനമുണ്ട്, ക്യാമറ സാധനം. ഇവരെയൊക്കെയാണ് സത്യത്തിൽ ആരാധിക്കേണ്ടുള്ളത്. ഇപ്പം ലാലേട്ടൻ എന്നൊരാളെ വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പടവും വിജയിക്കേണ്ടുള്ളതാണ്. കോളേജ് കുമാരൻ എന്ന് പറഞ്ഞ പടമുണ്ട്, 1 ദിവസം 2 ദിവസം ഓടിയ പടമാണ്. ലാലേട്ടൻ അഭിനയിച്ച പടം വിജയിച്ചോ? അതിന്റെ സ്ക്രിപ്റ്റ് കൊള്ളാത്തത് കൊണ്ടും അതിന്റെ ഡയറക്ഷൻ ഇത് കൊള്ളാത്തതും അഭിനയിക്കുന്നതൊക്കെ പുള്ളി ഒരേ ഇതിലാണ് കൊള്ളാത്തത് കൊണ്ടാണ് അത് പോയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ക്രിപ്റ്റ് നന്നാവുകയാണ്, ഡയറക്ഷൻ നന്നാവുകയാണ്, ബാക്കിയുള്ള അതിനകത്തുള്ള ഇവരെയൊക്കെയാണ് ആക്ച്വലി ആരാധിക്കേണ്ടത്. ഇവരുടെയൊക്കെ നല്ല സ്ക്രിപ്റ്റ്, ആക്ച്വലി സിനിമയുടെ മെയിൻ സാധനമാണ് സ്ക്രിപ്റ്റ്. ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തി ആ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അവരൊന്നും അറിയുന്നില്ല, ആരറിയാൻ അവരോട് അങ്ങനെ. അതാണ് ഇവിടെ എല്ലാം ഉൾട്ടയാണ് നടക്കുന്നത്. ഉൾട്ടയായിട്ട് പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നേരെ ഒരാൾ പോയാൽ അയാളെ കല്ലെറിയും, കമന്റുകൾ വരും. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.